എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വീഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത് ഒരു പ്രഗത്ഭ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കാനാണ്. തമിഴ്നാട്ടിൽ നാമക്കൽ എന്ന സ്ഥലത്ത് നിന്നും 1963 ജനിച്ച മിസ്റ്റർ ചന്ദ്രശേഖർ അദ്ദേഹത്തെക്കുറിച്ചാണ്. ഇദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്ത ബിരുദം നേടി അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ അദ്ദേഹം എത്തപ്പെട്ടത് ടാറ്റ സൺസിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്കുമായിരുന്നു. ഒരിക്കൽ പോലും ടാറ്റ സൺസിൽ അവരുടെ കുടുംബാംഗങ്ങൾ അല്ലാത്ത ആരും തന്നെ അവരുടെ ഒരു യൂണിറ്റിലും ഒരു ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചില്ല. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഗ്രൂപ്പായ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ടാറ്റ സൺസ്. ഇതിൽ മിസ്റ്റർ ചന്ദ്രശേഖർ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ ബഹുമതിയും നൽകി ആദരിച്ചു. ഒരു തെക്കേ ഇന്ത്യയിൽ നിന്നും, അതും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും സ്വയം പ്രയത്നത്തിലൂടെ അദ്ദേഹം ഇത്ര ഒരു ഉന്നത സ്ഥാനത്ത് എത്തിയതിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹം നീണ്ട 2 വർഷം ചെയർമാൻ സ്ഥാനത്തിരുന്നു പടിയിറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നാം എത്ര കണ്ട് പറഞ്ഞാലും തീരില്ല. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റിപ്പോർട്ട് നോക്കിയാൽ നമുക്ക് അദ്ദേഹത്തിൽ കൂടി ആ കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ച നേട്ടങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഇദ്ദേഹം അതിൽ നിന്നും, ആ സ്ഥാനത്ത് നിന്നും, ചെയർമാൻ സ്ഥാനത്ത് നിന്നും വിരമിച്ചെങ്കിലും അദ്ദേഹത്തിന് അത്ര പ്രായമായില്ല. ഇനിയും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ രാജ്യത്തിന് പല മേഖലകളിലും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഏത് ഗവൺമെൻറ്റാണ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുന്നത് എന്ന് അറിയുകയില്ല. ഇദ്ദേഹത്തിൻ്റെ സർവീസ് നമ്മുടെ സ്റ്റേറ്റ്സിനും വളരെ ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. കാരണം വളരെ വലിയ ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തി 2 വർഷക്കാലം ചെയർമാൻ സ്ഥാനത്തിരുന്ന് മാക്സിമം അവിടെ അദ്ദേഹത്തിന് ചെയ്യാവുന്നുള്ളതൊക്കെ ചെയ്ത് സന്തുഷ്ടനായിട്ടുള്ള ഒരു മടക്കമാണ് അദ്ദേഹം ടാറ്റയിൽ നിന്നും നടത്തുന്നത്. നമ്മുടെ സ്റ്റേറ്റ്സിലും ഇദ്ദേഹത്തെ പോലുള്ള വലിയ പ്രതിഭകളുടെ ആവശ്യമുണ്ടാണ്. ഇങ്ങനെയുള്ള പ്രതിഭകൾ എണ്ണത്തിൽ വളരെ കുറവാണ്. ഇങ്ങനെയുള്ളവരെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് പല മൾട്ടിനാഷണൽ കമ്പനികളുമാണ്. അവർ ആവശ്യപ്പെടുന്ന പദവിയിലും ആവശ്യപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളിലും ഇവരെ തിരഞ്ഞു നടക്കുന്ന പലരുമുണ്ട്. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തുമോ ഇല്ലോ എന്ന് അറിയില്ല. അങ്ങനെ ഇവരുടെയൊക്കെ കഴിവുകളെ നമ്മുടെ സ്റ്റേറ്റ്സിനും ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ സ്റ്റേറ്റ്സിന് തന്നെ വലിയ മുതൽക്കൂട്ടായിരിക്കും.
ഇങ്ങനെയുള്ള മഹാവ്യക്തികളുടെ ദീർഘവീക്ഷണം വളരെ വലുതാണ്. കാര്യം അവർ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇരുന്ന് വന്നവരാണ്. ഇതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഏജൻസികൾ ഇവരെക്കുറിച്ച് അറിയുക, അവരെ സമീപിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യനാണ്. ടാറ്റയ്ക്ക് കൊടുത്ത അതേ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ ഇദ്ദേഹത്തിന് വീണ്ടും സാധിക്കും എന്നുള്ളതൊരു സത്യമാണ്. നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെയുള്ള പ്രതിഭകളെ തിരഞ്ഞെടുക്കട്ടെ. നമ്മുടെ ഈ പ്ലാനിംഗ് കമ്മീഷനിലും മറ്റും ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അദ്ദേഹത്തിൻ്റെ സർവീസ് ട്രാക്ക് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഏത് പദവിക്കും അർഹനും കൂടിയാണ്. നമുക്കൊന്നുകൂടി അഭിമാനിക്കാം. നമ്മുടെ അടുത്ത ഒരു സ്റ്റേറ്റിൽ നിന്നും ആണ് ഇത്ര വലിയൊരു പദവിയിലേക്ക് ഉയർന്നതെന്ന് നമുക്ക് അഭിമാനത്തോടെ സ്മരിക്കാം. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ സർവീസ് ആരാണ് ഉപയോഗിക്കാൻ പോണതെന്ന് നമുക്കാർക്കും അറിയില്ല. കഴിവതും ഇങ്ങനെയുള്ള പ്രഗത്ഭരെയാണ് നമ്മുടെ ഗവൺമെൻറ് കണ്ടെത്തിയാൽ ജനത്തിനും നമ്മുടെ സ്റ്റേറ്റ്സിനും എല്ലാ രീതിയിലും അത് വലിയൊരു മുതൽക്കൂട്ടായി തന്നെ കാണാൻ സാധിക്കും. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അർഹിച്ച സ്ഥാനങ്ങളിലിരുന്ന് അദ്ദേഹം നടത്തിയ സേവനങ്ങൾക്ക് നമുക്ക് ഒരു വലിയ സല്യൂട്ട് തന്നെ കൊടുക്കാം. ഇനിയും അദ്ദേഹം ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അദ്ദേഹത്തിൻ്റെ സർവീസ് ഓപ്റ്റ് ചെയ്താലും അവിടെ വീണ്ടും പുരോഗതിയിലേക്കുള്ള ഒരു മാർഗദർശിനിയായി തന്നെ അദ്ദേഹം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ലൈഫ് വിഷൻ ശ്രോതാക്കളും നമുക്കും ഒപ്പം ചേർന്ന് നൽകാം. ശ്രീ ചന്ദ്രശേഖർ അവർക്ക് ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്നേക്ക് ഈ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിനെ കുറിച്ചിങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാൻ സാധിച്ചതിലും നമ്മൾ അഭിമാനിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും അദ്ദേഹം ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തപ്പെടട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.